നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം മാതൃഭൂമിയാണ്. മാതൃഭൂമിയിൽ ഇന്ന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ള വാർത്ത കേരളവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇതാണ് കേരളം എന്നുള്ളതാണ് തലക്കെട്ട്. അതിൽ രണ്ട് ഉപതലക്കെട്ടുകളുണ്ട്. ഒന്ന്, ഒരുമയോടെ കളിച്ചു ആദ്യമായി രഞ്ജി ഫൈനലിൽ. മറ്റൊന്ന്, ഒരു മനസ്സോടെ വിളിച്ചു നിക്ഷേപകരെ സ്വാഗതം. ഇൻവെസ്റ്റ് കേരളയ്ക്ക് തുടക്കം. അതായത് വ്യവസായ കുതിപ്പിന് കേരളം ഒറ്റക്കെട്ടായി സജ്ജമാണെന്ന പ്രഖ്യാപനത്തോടെ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി കൊച്ചിയിൽ തുടങ്ങി. കേരളത്തിൽ റോഡുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസന രംഗത്ത് ഈ സർക്കാരിൻ്റെ കാലത്ത് 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഉറപ്പാക്കുമെന്ന് ഉച്ചകോടിയിൽ ഓൺലൈനായി പങ്കെടുത്ത കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചു. ഗ്രാൻഡ് ഹയാത്ത് ലുലു ബോൾഗാട്ടി കൺവെൻഷൻ സെൻറ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിന് കേന്ദ്രത്തിൻ്റെ 50,000 കോടി രൂപ എന്നുള്ള പ്രധാന ഒരു വാർത്ത കൂടി അതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഇടതുഭാഗത്തായി ചരിത്രം കൈപ്പിടിയിൽ എന്ന തലക്കെട്ടോടുകൂടി കേരളം രഞ്ജിയിൽ ഫൈനലിലെത്തിയ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. ഭാഗ്യവും സാധ്യതകളും അങ്ങുമിങ്ങും മാറി മറിഞ്ഞ് 5 ദിവസത്തിനൊടുവിൽ പുഞ്ചിരിച്ചത് കേരളം. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരായ മത്സരത്തിൻ്റെ 5ാം ദിനം സൽമാൻ നിസാറിൻ്റെ ഹെൽമറ്റിൽ തട്ടി ഉയർന്ന പന്ത് സ്ലിപ്പിൽ സച്ചിൻ ബേബിയുടെ കയ്യിൽ ഒതുങ്ങിയപ്പോൾ കേരള ക്രിക്കറ്റിൻ്റെ എക്കാലത്തെയും വലിയ നേട്ടവും കൈപ്പിടിയിലായി. 2 റൺസ് ലീഡ്. അരനൂറ്റാണ്ടിലേറെയായി കാത്തിരിപ്പിന് വിരാമം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്രത്തിലാദ്യമായി കേരളം ഫൈനലിൽ. അതിന് തൊട്ടു താഴെയായി AV റസൽ അന്തരിച്ചു എന്ന വാർത്ത. അതായത് കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ, CPMൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയായ AV റസൽ 63 വയസ്സായിരുന്നു. അദ്ദേഹം അന്തരിച്ചു എന്നുള്ള വാർത്ത. ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി സുഖപ്പെട്ട ശേഷം നാട്ടിലേക്ക് മടങ്ങാനിരിക്കെ ഹൃദയാഘാതമുണ്ടായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VN വാസവൻ സ്ഥാനാർത്ഥിയായതോടെ താൽക്കാലിക ജില്ലാ സെക്രട്ടറിയായ റസലിനെ 2022 ജനുവരിയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിലാണ് ഔദ്യോഗികമായി തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ ജനുവരിയിൽ രണ്ടാമതും ജില്ലാ സെക്രട്ടറി ഭാര്യ ബിന്ദു, മകൾ ചാരുലത, മരുമകൾ അഡ്വക്കേറ്റ് അലൻ ദേവ് എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട്. ആദ്യത്തിൽ തന്നെ അതിന് ഇടതുഭാഗത്തായി ആതിരപ്പള്ളി കൊമ്പന് അഭയാരണ്യത്തിൽ അന്ത്യവിശ്രമം എന്നുള്ള വാർത്ത ഉൾപേജിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. കാകദർശി എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പിക്കാൻ അമേരിക്ക നൽകിയ $2.1 മില്യൺ കൈക്കൂലി എന്ന് ട്രംപ്. തേങ്ങ ഉടക്കി സ്വാമി എന്നുള്ളതാണ് കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഈ വാഹനങ്ങൾക്കും വീട്ടിലെ സോളാർ പ്ലാന്റിനും തദ്ദേശ സ്ഥാപനം വക സബ്സിഡി. നഗരപരിധിയിൽ വരുന്ന വീടുകളിൽ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനും ഈ വാഹനങ്ങൾക്ക് സബ്സിഡി നൽകാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. വീടുകളിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് 10,000 രൂപയാണ് സബ്സിഡി. ഈ വാഹനങ്ങൾക്കായി 10,000 മുതൽ 20,000 രൂപ വരെയും നൽകാനാണ് ആലോചന. പദ്ധതി നടപ്പാക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന ചെറു തലക്കെട്ട് കൂടി അതിനോടൊപ്പമുണ്ട്. ഇനി മലയാള മനോരമയിലേക്ക് വരുമ്പോൾ രഞ്ജി ട്രോഫിയും അതുപോലെ തന്നെ നിക്ഷേപ ഉച്ചകോടിയുടെയും വാർത്തയ്ക്ക് ഏകദേശം ഒരുപോലെ തലക്കെട്ട് നൽകിക്കൊണ്ടാണ് മലയാള മനോരമ ആദ്യ പേജിൽ വാർത്തകൾ നൽകിയിട്ടുള്ളത്. ഏറ്റവും ആദ്യം രഞ്ജി ട്രോഫി ചരിത്രത്തിലാദ്യമായി കേരളം ഫൈനലിൽ, ഉയരെ കേരളം എന്നുള്ളതാണ് തലക്കെട്ട്. മറ്റൊന്ന്, നിക്ഷേപ ഉച്ചകോടി ആദ്യ ദിനം 35,000 കോടി വാഗ്ദാനം, ഉയരാൻ കേരളം എന്നുള്ളതാണ് രണ്ട് വാർത്തയുടെയും തലക്കെട്ടുകൾ നൽകിയിട്ടുള്ളത്. മാതൃഭൂമിയിലും അത്തരത്തിൽ തന്നെ ഒരു തലക്കെട്ടായിരുന്നു, ഒരുപോലെയുള്ള തലക്കെട്ടായിരുന്നു. മലയാള മനോരമയും അതുപോലുള്ള തലക്കെട്ടുകളാണ് രണ്ട് വാർത്തകൾക്ക് നൽകിയിട്ടുള്ളത്. ഇന്ത്യ ചൈന ബന്ധം നിർണായക മുന്നേറ്റമെന്ന വിദേശകാര്യമന്ത്രി. ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധത്തിൽ കഴിഞ്ഞ വർഷം നവംബറിന് ശേഷം നിർണായകമായ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ വ്യക്തമാക്കി. ദക്ഷിണാഫ്രിക്കയിലെ ജോഹാൻസ്ബർഗിൽ നടന്ന G20 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിനിടെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. വിപണിയിലേക്ക് റിസർവ് ബാങ്കിൻ്റെ $1,000 കോടി എന്ന വാർത്ത ആ വാർത്തയുടെ വലതുഭാഗത്തായി നൽകുന്നുണ്ട്. അതായത് ബാങ്കുകളിലെ പണലഭ്യത വർദ്ധിപ്പിക്കാനായി റിസർവ് ബാങ്ക് $1,000 കോടി വിപണിയിലേക്ക് ഇറക്കുന്നു. ഇതിനായി 28 രൂപ മാറ്റിയെടുക്കൽ ലേലം സംഘടിപ്പിക്കും. അതിന് താഴെയായി കടൽമണൽ ഖനനം ആദ്യം കൊല്ലം തങ്കശ്ശേരി മുതൽ ചവറ വരെ എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത. അതായത് രാജ്യത്താദ്യമായി കടൽമണൽ ഖനനം ആരംഭിക്കുന്നത് കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരിക്ക് സമീപത്ത് നിന്ന്. തങ്കശ്ശേരി മുതൽ വടക്കോട്ട് ചവറ വരെയാണ് ആദ്യഘട്ടത്തിൽ ഖനനം. കൊല്ലത്തിൻ്റെ കടൽ മേഖലയിൽ 3 ബ്ലോക്കുകളിലായാണ് ഖനനമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നുവെങ്കിലും പ്രദേശം ഏകദേശം വ്യക്തമാക്കിയിരുന്നില്ല. കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ എന്തിൻ്റെ ശമ്പളമാണ് KV തോമസിന് കൊടുക്കുന്നതെന്ന് സർക്കാർ പറയണമെന്ന് K സുധാകരൻ. PSCയിൽ എന്തിനാണ് ശമ്പളം കുത്തനെ കൂട്ടിയെന്ന് ചോദിക്കുന്നത് പോലെയുള്ളൂ എന്നുള്ളതാണ് കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ദേശാഭിമാനി ലോകം കേരളത്തിൽ എന്ന തലക്കെട്ടോടുകൂടി കൊച്ചിയിലെ കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയുടെ വാർത്ത ആദ്യ പേജിൽ
വലിയ പ്രാധാന്യത്തോടെ നൽകുന്നു. ആ വാർത്ത മാത്രം നൽകിക്കൊണ്ട് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പേജ് നൽകുന്നു. അതിനോടൊപ്പം രണ്ടാമത്തെ പേജിലേക്ക് വരുമ്പോൾ, രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പേജുകളിലേക്ക് വരുമ്പോൾ, ഹെൽമറ്റിൽ ജ്വലിച്ചു കേരളം എന്ന തലക്കെട്ടോടുകൂടി ഹെൽമറ്റിൽ തട്ടിയുള്ള ക്യാച്ച് ആയതുകൊണ്ട് അങ്ങനെയാണ് ആ രഞ്ജി ട്രോഫി ഫൈനലിൽ പ്രവേശിച്ച കേരളത്തിൻ്റെ വാർത്ത ദേശാഭിമാനി നൽകുന്നത്. വലതു ഭാഗത്ത് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ച വാർത്ത നൽകുന്നുണ്ട്. അതിന് താഴെയായി പ്രതിഷേധം കനത്തു, വിവാദ ഉത്തരവ് പിൻവലിച്ച റെയിൽവേ. അതായത് ലോക്കോ പൈലറ്റുമാർ കരിക്കിൻ വെള്ളം കുടിക്കുകയോ പഴങ്ങൾ കഴിക്കുകയോ ചെയ്യേണ്ടെന്ന സർക്കുലർ പിൻവലിച്ച് റെയിൽവേ. സീനിയർ ഡിവിഷൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് വെള്ളിയാഴ്ച പഴയ സർക്കുലർ പിൻവലിച്ച് ഉത്തരവിറക്കിയത്. ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ലെന്ന് കണ്ടാൽ മാത്രമേ ജോലിക്ക് കയറാനാകൂ. എന്നാൽ ബ്രീത്ത് അനലൈസറിൻ്റെ തകരാറ് കാരണം മൗത്ത് വാഷ്, കഫ് സിറപ്പ്, ശീതളപാനീയം എന്നിവ കഴിച്ച് പരിശോധിച്ചാലും ബീപ്പ് ശബ്ദം പുറപ്പെടുവിക്കും. അതിനാൽ ഇവയൊക്കെ ഒഴിവാക്കണമെന്നായിരുന്നു പഴയ സർക്കുലറിലെ നിർദ്ദേശം. SFI സംസ്ഥാന സമ്മേളനം സമാപിച്ചു. M ശിവപ്രസാദ് പ്രസിഡന്റ്, PS സഞ്ജീവ് സെക്രട്ടറി. SFI സംസ്ഥാന പ്രസിഡന്റായി M ശിവപ്രസാദിനെയും സെക്രട്ടറിയായി PS സഞ്ജീവിനെയും 35ാം സംസ്ഥാന സമ്മേളനം തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാർ വിപിൻ രാജ്, P താജുദ്ദീൻ, അഡ്വക്കേറ്റ് P അക്ഷര, സാന്ദ്ര രവീന്ദ്രൻ, KS അമൽ. ജോയിന്റ് സെക്രട്ടറിമാർ SK ആദർശ്, N ആദിൽ, ടോണി കുര്യാക്കോസ്, KU സരിത, സയ്യിദ് മുഹമ്മദ് സാദിഖ് എന്നിവരാണ്. ചരിഞ്ഞത വിദഗ്ധ ചികിത്സയ്ക്കിടെ നോവായി കൊമ്പൻ മടങ്ങി. ആതിരപ്പള്ളി വനമേഖലയിൽ കൊമ്പനാനകളുടെ ഏറ്റുമുട്ടൽ മസ്തകത്തിൽ ആഴത്തിൽ മുറിവേറ്റ കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സയിൽ കഴിഞ്ഞ കൊമ്പൻ ചരിഞ്ഞു എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു ദേശാഭിമാനി. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ, ജന്മഭൂമി എന്ന പ്രധാന പേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. അതിൽ കേരള നടണമെന്ന തലക്കെട്ടോടു കൂടിയാണ് ചരിത്രത്തിൽ ആദ്യമായി കേരളം രഞ്ജി ട്രോഫി ഫൈനലിലെത്തിയ വാർത്ത നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം 50,000 കോടിയുടെ കേന്ദ്ര പദ്ധതികൾ കേരളത്തിലെ റോഡ് വികസനത്തിന് എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട്. ഒപ്പം അതിന് താഴെ വാരിക്കോരി ശമ്പള വർധന, ലെവിയിലൂടെ കോടികൾ പാർട്ടി ഫണ്ടിലേക്ക്. സർക്കാർ നോമിനികളായ ചെയർമാൻമാർക്കും അഭിഭാഷകർക്കും താൽക്കാലിക ജീവനക്കാർക്കും ശമ്പളത്തിൽ വൻ വർധന വരുത്തിയതിലൂടെ CPMൻ്റെ ഫണ്ടിൽ എത്തിക്കുന്നത് കോടികൾ. ആശാവർക്കർമാർക്കോ ക്ഷേമ പെൻഷൻകാർക്കോ തുക വർദ്ധിപ്പിച്ചാൽ ഗുണം ചെയ്യില്ലെന്നാണ് പാർട്ടി ബുദ്ധി കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ എന്നുള്ളതാണ് ജന്മഭൂമി നൽകുന്ന വാർത്ത. ഒപ്പം പോലീസിനെ പൂട്ടിയിട്ട് പ്രതിയെ മോചിപ്പിച്ചു. 55 CPMമാർക്കെതിരെ കേസ്. തലശ്ശേരി മണോളിക്കാവിൽ കസ്റ്റഡിയിലെടുത്തയാളെ ബലം പ്രയോഗിച്ച് മോചിപ്പിക്കുകയും തടയാൻ ശ്രമിച്ച പോലീസുകാരെ ക്ഷേത്ര പരിസരത്ത് പൂട്ടിയിടുകയും ചെയ്ത സംഭവത്തിൽ 55 CPMക്കാർക്കെതിരെ കേസ്. കഴിഞ്ഞ രാത്രിയിൽ ഉത്സവ എഴുന്നള്ളിപ്പിനിടെ CPMകാർ ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുകയും തടയാനെത്തിയ തലശ്ശേരി CI ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. 27 CPMകാർക്കെതിരെ കേസെടുത്തിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോഴാണ് വീണ്ടും പോലീസിനെ ആക്രമിച്ചത്. ആതിരപ്പള്ളി കൊമ്പൻ യാത്രയായി നൊമ്പരങ്ങളില്ലാത്ത ലോകത്തേക്ക് എന്ന തലക്കെട്ടോടുള്ള വാർത്ത. മസ്തകത്തിൽ മുറിവേറ്റ കോടന എന്ന തലക്കെട്ടോടുകൂടി ആ കൊമ്പൻ ചരിഞ്ഞ വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു ജന്മഭൂമി ആദ്യ പേജിൽ തന്നെ. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ, ഹെൽമറ്റ് ടച്ചിൽ ചരിത്ര ഫൈനൽ എന്ന തലക്കെട്ടോടുകൂടി ഫൈനലിലേക്ക് കേരള ടീം എത്തിയ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കേരള കൗമുദി നൽകുന്നു. ഒപ്പം വലതുഭാഗത്തായി ഇൻവെസ്റ്റ് ഉച്ചകോടിക്ക് ഗംഭീര തുടക്കം. കേരളക്കരയിൽ 3 ലക്ഷം കോടിയുടെ കേന്ദ്ര വികസനം, 31 റോഡുകൾക്ക് 50,000 കോടി എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു കേരള കൗമുദിയാണ്. തൊട്ട് താഴെയായി NV റസൽ നിര്യാതനായ വാർത്തയ്ക്ക് പ്രാധാന്യം. ഒപ്പം വലതുഭാഗത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നാട്ടാനകളെ കൊണ്ടുവരാം, ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ എന്ന വാർത്ത. അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നാട്ടാനകളെ കൊണ്ടുവരുന്നത് തടഞ്ഞ കേരള ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. മാവേലിക്കര വസൂരിമാല ഭഗവതി ക്ഷേത്രം സമീപിച്ച ഹർജിയിലാണ് ജസ്റ്റിസുമാരായ BV നാഗരത്ന, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റെ നടപടി. ഇത് കളിയല്ല. സ്കൂട്ടറിൻ്റെ പിന്നിൽ ഹെൽമറ്റില്ലാതെ പെഞ്ചു കുഞ്ഞുങ്ങളെ ഇരുത്തി തിരക്കുള്ള തൃശ്ശൂർ ഒല്ലൂർ റോഡിലൂടെ പോകുന്ന വയോധികൻ്റെ ചിത്രത്തിന് പ്രാധാന്യമേറെ ആദ്യ പേജിൽ തന്നെ വലിയ പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട്. റോഡിൽ മാത്രമല്ല ഫീൽഡിലും ഹെൽമറ്റ് താരം. ചരിത്രം തിരുത്തിക്കുറിച്ച് കേരള ക്രിക്കറ്റ് ടീം രഞ്ജി ട്രോഫി ഫൈനലിൽ ഉറപ്പിച്ച നിമിഷങ്ങളിൽ ഹെൽമറ്റിൻ്റെ പങ്ക് ചർച്ചയായിരിക്കെ പോലീസും മോട്ടോർ വാഹന വകുപ്പും ഹെൽമറ്റ് ബോധവൽക്കരണ സന്ദേശം ഫേസ്ബുക്കിൽ പങ്കുവച്ചു എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. BBC ഇന്ത്യക്ക് 3.44 കോടി ED പിഴ എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടെ ഉണ്ട്. ഒപ്പം ഇടതുഭാഗത്ത് താഴെയായി തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ വ്യവസായികൾക്ക് ചുവപ്പ് നാട് തടസ്സമാകില്ല, മുഖ്യമന്ത്രി കേറി വാമക്കളെ എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട്. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ, രഞ്ജി ട്രോഫി ചരിത്ര ഫൈനൽ കേരളം തലപ്പൊക്കത്തിൽ. ഫൈനലിൽ പ്രവേശനം ഗുജറാത്തിനെതിരെ 2 റൺസ് ലീഡിൻ്റെ ബലത്തിൽ. ഫൈനലിലെ എതിരാളി വിദർഭ. ആഗോള നിക്ഷേപണ ഉച്ചകോടി തുടക്കം, വാതിൽ തുറന്നുന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ ഇടതുഭാഗത്തായി നൽകുന്നു. വിദ്വേഷ പരാമർശം PC ജോർജിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളി. ചാനൽ ചർച്ചകളിൽ മുസ്ലിങ്ങളെ അധിക്ഷേപിച്ച് സംസാരിച്ചെന്ന പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ BJP നേതാവ് PC ജോർജിന് മുൻകൂർ ജാമ്യമില്ല. ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ
മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി. മുസ്ലിം ലീഗ് പ്രതിനിധികളുടെ പ്രകോപന പരാമർശത്തിന് മറുപടി നൽകിയപ്പോൾ സംഭവിച്ച നാക്കുപിഴയാണെന്നും അബദ്ധം മനസ്സിലായപ്പോൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞെന്നുമായിരുന്നു ഹർജി. AV റസൽ അന്തരിച്ചു എന്ന വാർത്തയ്ക്ക് താഴെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് മാധ്യമമൊപ്പം. നിർമ്മിത ബുദ്ധൻ എന്ന കാർട്ടൂൺ പരമ്പരയിൽ 3ാം ലോക യുദ്ധം അകലെയല്ല, പക്ഷെ തൻ്റെ നേതൃത്വത്തിൽ തടയും ട്രംപ്. അല്ലെങ്കിലും യുദ്ധം വന്നാൽ വല്ലതും തടയാതിരിക്കില്ല എന്നതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ സ്വപ്ന ഫൈനലിൽ ഗുജറാത്തിന് സൂര്യാഘാതം എന്ന തലക്കെട്ടോടുള്ള വാർത്തയിനൊപ്പം താഴെയായി റോഡ് വികസനം കേരളത്തിന് 50,000 കോടി എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. വലതുഭാഗത്ത് ദീപിക വാർത്തയിൽ നടപടി, ക്രൈസ്തവ ജീവനക്കാരെ അവഹേളിക്കുന്ന സർക്കുലർ പിൻവലിച്ചു എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ദീപിക. ഇടതുഭാഗത്തായി മാർപ്പാപ്പ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന ഡോക്ടർ ഫ്രാൻസിസ് മാർപ്പാപ്പ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന മെഡിക്കൽ സംഘം ഡോക്ടർ സെർജിയോ അൽഫിയേരി അറിയിച്ചു. എങ്കിലും ജീവന ഭീഷണിയില്ല. അടുത്ത ആഴ്ച കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരും. തൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഉള്ള വിവരങ്ങളൊന്നും ലോകത്തിന് മുൻപാകെ മറച്ചുവെക്കരുതെന്ന് മാർപ്പാപ്പ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ വെളിപ്പെടുത്തി. ഹേമാലംഘനം BBC-ക്ക് 3.44 കോടി രൂപ പിഴ ചുമത്തി ED എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. അതിന് തൊട്ടുതാഴെയായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ പ്രവേശനം അനുവദിച്ച് സുപ്രീം കോടതി. ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ മാർഗനിർദ്ദേശം പുനഃപരിശോധന പരീക്ഷിച്ച ചട്ടം അടുത്ത മാസം 3 മുൻപ് സമർപ്പിക്കാൻ നിർദ്ദേശം. അതിൻ്റെ ഇടതുഭാഗത്തായി കേരള ആശാ വെൽഫെയർ വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന അനിശ്ചിതകാല സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നലെ വൈകുന്നേരം മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ വസതിക്ക് എതിരെ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞ ചിത്രം നൽകുന്നുണ്ട് ദീപിക. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റു ചില വിശേഷങ്ങളുമൊക്കെയായി കാണും വരെ നന്ദി, നമസ്കാരം.